ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്, ഏട്ടന് നേരത്തെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നമ്മളിത് അവിടെ കൊഴുവ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ്. നമുക്കൊരു കൊലപ്പഴം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പഴം തീരണ വരെ നമുക്ക് ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ ഈ രണ്ട് സാധനങ്ങളും അധികം ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഇന്നലെ തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് ഉലത്താമെന്ന് വിചാരിച്ചു. പിന്നെ കറിയായിട്ട് നമ്മൾ കൊടുത്തു വിടുന്നത് സാമ്പാറാണ്. അത് ഞാൻ ഓൾറെഡി ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം കൂടി നമുക്ക് രാവിലെ എണീറ്റ് ചെയ്യുമ്പോൾ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേ ഗ്രീൻ പീസ് ഞാൻ ഉലത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി അങ്ങനെ ഇട്ടിട്ടുണ്ട്. കറികൾ ഏകദേശം റെഡി ആയപ്പോഴേക്കും ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് ഒതുക്കി. തലേദിവസത്തെ ചോറുണ്ടായതുകൊണ്ട് നമുക്ക് ചോറ് വെക്കേണ്ട പരിപാടി ഉണ്ടായില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടനുള്ള ചോറ് മാത്രം കുറച്ചെടുത്ത് സ്റ്റൗവിൽ ചൂടാക്കുന്നുണ്ട്, ബാക്കി നമ്മൾ അടുപ്പിലാണ് കേട്ടോ വയ്ക്കുക. അങ്ങനെ ദേ ഏട്ടൻ്റെ ലഞ്ച് ബോക്സൊക്കെ റെഡി ആയിട്ടോ. കുഞ്ഞിനെ എണീറ്റിട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെ പണികളെല്ലാം വേഗം വേഗം നടക്കുന്നത്. അങ്ങനെ ഏട്ടന് ദേ ചായയൊക്കെ കൊടുത്ത് ഏട്ടൻ ഇറങ്ങാറായപ്പോഴേക്കും കുഞ്ഞിനെ എണീറ്റു കേട്ടോ. അങ്ങനെ ദേ പപ്പയോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ടാറ്റ. അമ്മമാരുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് ഫുഡ് കൊടുക്കില്ല അല്ലേ. എങ്ങനെയൊക്കെ നമ്മൾ കുത്തി മറിഞ്ഞു കഴിഞ്ഞാലും അവർ ഫുഡ് കഴിക്കില്ല. കുഞ്ഞിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ എന്ത് സാധനം വായിൽ വെച്ച് കൊടുത്താൽ അവൾ കഴിക്കില്ല. പകരം ഈ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൾ പിന്നെയും കഴിക്കും. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 7:30 ആയി. നമ്മൾ സാധാരണ ഈ ഒരു സമയത്തല്ല ചായ കുടിക്കാറ്. ഇതിപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റതുകൊണ്ട് മാത്രം ഈ ഒരു സമയത്ത് ചായ കുടിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരു 8:30 9 മണി ആ സമയത്തൊക്കെയാണ് ചായ കുടിക്കുക. ചായ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേ റൂം ഒതുക്കാനും ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ നോക്കാണ്. കുഞ്ഞിൻ്റെ അടുത്ത കലാപരിപാടി എന്താണെന്നറിയോ, ഈ ജനാല തുറന്നിട്ട് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ആ ജനാലയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഇടാം. ഇതിപ്പോൾ കുഞ്ഞ് തലോണ അതിൻ്റെ ഉള്ളിൽ കൂടി ഇടാൻ വേണ്ടിയുള്ള ശ്രമമാണ്, പക്ഷേ അത് നടക്കണില്ല. നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ കാണാണ്ടായി കഴിഞ്ഞാൽ ജനാലയുടെ അപ്പുറത്ത് പോയി നോക്കിയാൽ മതി, എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടാവും. ഞാനാണെങ്കിൽ അത് വൈകിട്ട് എടുക്കുള്ളൂ, കാരണം അവൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാലും വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ ഇടും. പിന്നെ ഇതൊക്കെ ഞാൻ എത്ര വട്ടം റെഡിയാക്കി എടുത്തു കഴിഞ്ഞാലൊന്നും കാര്യമില്ല കേട്ടോ. അവളത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ മാറ്റി മറിച്ചിടും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്വഭാവം മാറി കേട്ടോ, ആളെടുക്കണമെന്നായി. അങ്ങനെ ഞാൻ ദേ അവളെയും പിടിച്ചടിച്ചു വരാണ്. അപ്പോഴാണ് അവൾക്ക് ചുമയുടെ മരുന്ന് കൊടുത്തില്ല എന്ന് ഞാൻ ഓർത്തത്. പിന്നെ ഞാൻ വേഗം ദേ മരുന്ന് എടുത്തുകൊണ്ട് വന്നു. മരുന്നാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ കഴിക്കാൻ. ഞാൻ എങ്ങനെയൊക്കെയോ 2 കൈയും കൂട്ടി പിടിച്ചൊക്കെ കൊടുത്തതിൻ്റെ പരാതിയും പരിഭവമൊക്കെയാണ് ഈ പറയണത്. അങ്ങനെ ദേ നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ ഉണക്കാനിട്ടു. പിന്നെ നമുക്ക് കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു, അപ്പോൾ അത് കൈയോടെ വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ. തലേദിവസം നല്ല മഴ ആയതുകൊണ്ട് നമ്മുടെ മുറ്റടിയൊന്നും കാര്യമായിട്ട് നടന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദേ മുറ്റടിക്കാൻ അങ്ങോട്ട് ഇറങ്ങി. ഞാൻ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും കുഞ്ഞിനെ ഞാൻ ആ വോക്കറിൽ ഇരുത്തിയിട്ടാണ് പണികളൊക്കെ ചെയ്യുക. ഇപ്പോൾ അവളുടെ കുറുമ്പ് കണ്ട, അവൾക്ക് ആ വോക്കറിൽ നടന്ന് ആ ഇല പൊട്ടിക്കണം. ഞാൻ എവിടെയാണ് ഇരുത്തിയത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും അവൾ പോയി നിൽക്കുക. നടന്നു തുടങ്ങിയപ്പോൾ ഉള്ള അഭ്യാസങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റടിക്കാനൊരു 5 മിനിറ്റ് മതി. പക്ഷെ ഞാൻ അവളുടെ പിന്നാലെ നടന്ന് അവൾ അങ്ങോട്ടേക്ക് പോകണത് ഇങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ പിടിച്ച് വലിച്ച് സമയം ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. കുഞ്ഞുമക്കളുള്ള എല്ലാ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ. സത്യം പറഞ്ഞാൽ അവരുടെ കളിയും ചിരിയും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥമില്ല അല്ലേ. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്ത് തുടങ്ങിയിട്ടാണ്. പിന്നെ കുഞ്ഞിനെ ഞാൻ ഉറക്കി കിടത്തി. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഒരു ദിവസത്തെ എല്ലാ ആക്ടിവിറ്റീസും വീഡിയോ എടുക്കണം വിചാരിച്ചതാട്ടെ, പക്ഷെ നമുക്കത് പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ദിവസത്തെ ഫുൾ ആക്ടിവിറ്റീസ് കാണിക്കാം കേട്ടോ.